വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ കാലഘട്ടത്തിൽ എക്കാലവും കേൾക്കുന്നൊരു ചോദ്യമാണ്, നിന്റെ ദൈവം എവിടെ? പലപ്പോഴും നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കാത്ത, വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അല്പവിശ്വാസികളായ മനുഷ്യർ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ദൈവം എവിടെ? ദൈവം എന്താണ് ഇതെല്ലാം കണ്ടിട്ട് അനങ്ങാതെ നിൽക്കുന്നത്? പലപ്പോഴും എൻ്റെ മനസ്സിലും ഈ ആശയം വന്നിരുന്നു. എന്നാൽ പിന്നീട് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, ചെറുപ്പമായിരുന്ന കാലത്ത് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളോട് എൻ്റെ മനസ്സിലൊരു കുസൃതി ചോദ്യം ഇടയ്ക്ക് വരും. പക്ഷെ ചോദിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കില്ല. ഇങ്ങനെയൊക്കെ ദൈവം നിശബ്ദനായിരിക്കുന്ന ഈ കാലഘട്ടത്തിന് മുമ്പ് നീ എവിടെയായിരുന്നു? നീ ദൈവത്തിൻ്റെ അടുത്ത് എവിടെയായിരുന്നു എന്ന് ചോദിക്കാനൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള തർക്കുത്തരങ്ങളൊന്നുമല്ല. സാധാരണ ചോദിക്കുന്ന ഒരാളോട് യഥാർത്ഥത്തിലുള്ള ഒരു മറുപടി, ദൈവം പറയാൻ ആഗ്രഹിക്കുന്നൊരു മറുപടി എന്തായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ഈശോ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഈശോ നേരിട്ട് പ്രവർത്തിച്ച കാലഘട്ടങ്ങൾ, ഇടപെട്ട കാലഘട്ടങ്ങൾ, അതിനേക്കാൾ കൂടുതലാണ് കർത്താവ് തന്നെ മഹത്വത്തോടെ ഒന്നും ചെയ്യാതിരുന്ന കാലഘട്ടങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ, ഈശോനാഥൻ ജനിക്കുന്ന സമയത്ത് തന്നെ വലിയ പ്രശ്നങ്ങളാണ്. ഉണ്ണി ഈശോ ദൈവമല്ലാന്നുണ്ടോ? ദൈവമാണ്. സാക്ഷാൽ ദൈവം തന്നെയാണ് ജനിച്ചു വീണ ഉണ്ണി ഈശോ. ഉണ്ണി ഈശോ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുകയാണ്, യൗസേപ്പ് പിതാവിനോടൊപ്പം ഇരിക്കുകയാണ്. ഈ സമയത്താണ് അവിടെ കുട്ടികളെല്ലാം വധിക്കപ്പെടുന്നത്. എന്നാൽ ഉണ്ണി ഈശോ ജനിച്ച സമയത്ത് അവിടെ മുഴുവൻ വന്ന് പാട്ടൊക്കെ പാടിപ്പോയ, ഗിറ്റാറൊക്കെ വായിച്ചു പോയ മാലാഖമാരോ അവിടെ അനങ്ങുന്നില്ല, പ്രതികരിക്കുന്നില്ല. നമ്മൾ വളരെ വ്യക്തമായി കാണുന്ന യേശു ജനിച്ച സമയത്തുണ്ടായ ഒരു സംഭവമാണത്. മാത്രമല്ല, ദൈവം ഒരു നിസ്സഹായനെ പോലെ തൻ്റെ ദൂതനെ അയച്ച് യൗസേപ്പ് പിതാവിനോട് പറയുന്നു, കുഞ്ഞിനെയും കൊണ്ട് ഓടുക. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഓട്ടമാണ് യൗസേപ്പ് പിതാവ്. ഇതെല്ലാം കാണുമ്പോൾ ഈ ദൈവം എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു പോകാറുണ്ട്, അഥവാ ചിന്തിക്കുന്നവർ ചോദിക്കാറുണ്ട്. ഈ ചോദ്യം തന്നെയാണ് ഇപ്പോഴും പലരും ചോദിക്കുന്നത്. അതിനുശേഷം ഈ ദൈവം ഭൂമിയിൽ ജീവിക്കുകയാണ്. ദൈവം ഭക്ഷണം കഴിക്കുന്നു, ദൈവം വസ്ത്രം ധരിക്കുന്നു, ദൈവം ദേവാലയത്തിൽ പോകുന്നു, ദൈവം പ്രാർത്ഥിക്കുന്നു, ദൈവം കൂട്ടുകാരുമായി കളിച്ച് നടക്കുന്നു, ദൈവം പഠിക്കുന്നു, അമ്മയെ അനുസരിക്കുന്നു, അച്ഛനെ അനുസരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ യാതൊരു തരത്തിലുള്ള പ്രത്യേകതകളും പ്രകടിപ്പിക്കാതെ ഒരു നീണ്ട 30 കൊല്ലം, ഈ നീണ്ട 30 കൊല്ലം കഴിഞ്ഞ് ദൈവം രംഗപ്രവേശനം ചെയ്യുകയാണ്. സ്നാപക യോഹന്നാൻ ദൈവത്തെ ജ്ഞാനസ്നാനം എന്ന കർമ്മത്തിലൂടെ കടത്തിവിടുന്നു. അവിടെ നിന്ന് പോകുന്ന ദൈവം ഇതാ പ്രാർത്ഥിക്കുവാനുമായി, ഉപവസിക്കാനുമായി മരുഭൂമിയിലേക്ക് പോകുന്നു. മരുഭൂമിയിൽ ചെന്ന തമ്പുരാൻ ഭക്ഷണം കഴിക്കാതെ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് താൻ മനുഷ്യ ശരീരത്തിലായിരിക്കുന്ന തൻ്റെ അവസ്ഥയിൽ, ഒരു മനുഷ്യ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്യേണ്ടതായ പ്രാർത്ഥനാ കർമ്മങ്ങൾ, ആരാധനകൾ നിറവേറ്റുന്നു, നമുക്ക് മാതൃകയാകുന്നു. അതിനുശേഷം സാധാരണക്കാരനെ പോലെ ഇതാ വീണ്ടും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയാണ്. അവിടെയും ഒന്ന് ആഞ്ഞെന്ന് നോക്കിയാൽ, ആഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഭസ്മമായി പോകാവുന്ന പിശാചിനെ അവിടെ നിന്നൊന്നും ചെയ്യുന്നില്ല. വെറുതെ പോകൂ പിശാചെ എന്ന് പറയുന്നതല്ലാതെ കർത്താവ് അവനെ ഒന്ന് കൊടുക്കുകയോ അവനെ ഇല്ലാതാക്കുകയോ ചെയ്യുന്നില്ല. എന്താണ് എൻ്റെ ദൈവം അനങ്ങാത്തത്? ശരിക്കും വീരോചിതമായി യേശുവിൻ്റെ കഥ വായിക്കാൻ ആഗ്രഹിക്കുന്ന, യേശു ദൈവമാണെന്നറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് കർത്താവ് അവനിട്ടൊന്ന് കൊടുത്തില്ല? എന്തുകൊണ്ട് അവനെ തലയോടെ അടിച്ച് താഴത്താക്കി അപ്പോൾ തന്നെ നിർവീര്യമാക്കിയില്ല? കർത്താവ് എന്തിന് അവനെ വെറുതെ വിടുന്നു? ഇങ്ങനെ പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്ന അല്ലെങ്കിൽ മടി കാണിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. വീണ്ടും ഈ യേശു പരസ്യ ജീവിതം തുടങ്ങിയിട്ട് പോലും പരിശുദ്ധ അമ്മയുടെ അടുക്കൽ കാനായിലെ കല്യാണത്തിന് ചെല്ലുമ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ, മഹത്വം വെളിപ്പെടുത്തുവാനുള്ള ഒന്നാം തരം സാഹചര്യം ഇരിക്കെ അവിടെയും അമ്മയുടെ അടുത്ത് പതുക്കെ ഒരു വിസമ്മതത്തിൻ്റെ സംസാരം പുറത്തെടുക്കുകയാണ്. ആ അമ്മ ഇത്തിരി ശാസിക്കുന്ന സ്വഭാവമുള്ള നല്ല അമ്മച്ചി ആയതുകൊണ്ട് യേശുവിനെ
ചെവിക്ക് പിടിച്ചെന്നതുപോലെയാണ് അവിടെ അത്ഭുതം പ്രവർത്തിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും മനോഹരമായ അമ്മയുടെയും പുത്രൻ്റെയും ബന്ധം കാണുന്ന ആ സ്ഥലത്തും ഈശോ ആദ്യമേ തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പ്രവർത്തിക്കാൻ ഒരു മടി കാണിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. ആദ്യത്തെ അടയാളം അതാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രവർത്തിക്കാൻ മടി കാണിക്കുന്ന യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ പോലും യേശു പരസ്യമായി ആളുകളുടെ ഇടയിൽ വചനം പറയുവാനും ഞാനാണ് ക്രിസ്തു എന്ന് വെളിപ്പെടും വിധം ആളുകളുടെ ഇടയിൽ സംസാരിക്കാനും തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആ സമയത്ത് നടന്ന ചില സംഭവങ്ങളിൽ യേശു പ്രതികരിക്കുന്നില്ല. ഒന്നാമത്, യേശുവിൻ്റെ പ്രതികരണമാണ് നമുക്ക് എല്ലാവർക്കും ആവേശം തരുന്ന ഒരു വലിയ സാഹസികമായ പ്രതികരണം. ദേവാലയത്തിലെ ചില സംഭവങ്ങൾ കണ്ടപ്പോൾ കർത്താവ് അവിടെ ശക്തമായി പ്രതികരിക്കുന്നു. എന്നാൽ ഇതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് നമ്മൾ ഈ ലോകത്ത് എന്ത് കണ്ടാലും തലങ്ങും വിലങ്ങും പ്രതികരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ദൈവം പല സാഹചര്യങ്ങളിലും പ്രതികരിക്കാൻ വിസമ്മതിക്കുന്ന, നിസ്സഹായതയോടെ എന്നതുപോലെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, നിശബ്ദത ആചരിക്കുന്ന ഒരു ദൈവമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യേശു ക്രിസ്തു നമ്മൾ അവിടുത്തെ ജ്ഞാനസ്നാനം ചെയ്ത് ശുശ്രൂഷ ഓപ്പണാക്കി കൊടുത്ത ആ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ ശിരസ് വെട്ടിക്കളഞ്ഞ സമയത്ത്, ഛേദിച്ചു കളഞ്ഞ സമയത്ത് താനത് വാർത്ത കേട്ടതും പ്രതികരിക്കാതെ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. ഇത് ബൈബിളിൽ കാണുന്ന മറ്റൊരു സംഭവമാണ്. എന്തേ ദൈവം പ്രതികരിക്കാതെ? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തൻ്റെ ശക്തി പ്രകടമാക്കാത്തത്? വീണ്ടും കുറച്ച് കഴിഞ്ഞ് വായിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, കാലഗണന അപ്പോൾ തന്നെ നടന്നൊരു സംഭവം പോലെ നമുക്ക് തോന്നുകയാണ്. അതായത് ഒന്ന്, ആ ഗലീലിയക്കാരുടെ ബലികളിൽ അവരെ കുറച്ച് ഗലീലിയക്കാർ അർപ്പിച്ച ബലിയിൽ ഈ ബലി അർപ്പിച്ച ഗലീലിയക്കാരുടെ കൂടെ രക്തം പീലാത്തോസ് കലർത്തി എന്നൊരു വാർത്ത യേശുവിൻ്റെ അടുത്ത് ആളുകൾ പറയുന്നൊരു സമയം, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ യേശു എവിടെയുണ്ട്? യേശു ഇസ്രയേലിലുണ്ട്. ഈ പീലാത്തോസിൻ്റെ ചുറ്റുവട്ടമൊക്കെ തന്നെ യേശുവുണ്ട്. എന്നാൽ ദൈവമായ യേശു തനിക്ക് ബലിയർപ്പിക്കാൻ വന്ന മനുഷ്യരുടെ രക്തം പീലാത്തോസ് എന്ന ക്രൂരൻ, നിഷ്ഠൂരൻ ആ ബലികളിൽ കലർത്തിയെന്നറിഞ്ഞിട്ട് മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല. എന്താ ഈ ദൈവം മിണ്ടാത്തത്? വീണ്ടും നമ്മൾ കാണുകയാണ്, യേശു തന്നെ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ യേശു കേട്ടറിഞ്ഞൊരു കാര്യം അവിടെ നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ കർത്താവ് ചോദിക്കുന്നു അവരോട്, സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ. അതായത് കർത്താവിന് അറിയാവുന്നൊരു സംഭവമാണ്. ഈശോ അവിടെ ഉണ്ടായിരുന്നപ്പോൾ നടന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അഥവാ ദൈവപിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ഭൂമിയിൽ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയത്ത്, പുത്രനോടൊപ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത്, ദൈവപിതാവ് ഈ ലോകത്ത് ആദ്യമേ തൊട്ട് തന്നെ മനുഷ്യർക്ക് പരിചിതനായ ശക്തനായ ദൈവം, ഇവരാരും അനങ്ങുന്നില്ല. എപ്പോൾ ദേവാലയത്തിൽ സീലോഹായിലെ ഒരു ഗോപുരം ഇടിഞ്ഞു വീണിട്ട് ആ പ്രദേശത്ത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു, 18 പേർ മരിച്ചു പോയിരിക്കുന്നു. എന്നാൽ യേശു അനങ്ങുന്നില്ല, ദൈവം അനങ്ങുന്നില്ല. എന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു ഉദാഹരണം പറയുവാൻ വേണ്ടി അതെടുത്ത് പറയുകൂടെ ചെയ്യുന്നു നമ്മളുടെ കർത്താവ്. അവിടുന്ന് ചോദിക്കുകയാണ്, സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംകാൾ കുറ്റക്കാരനായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല എന്ന് ഞാൻ പറയുന്നു. ഉദാഹരണം പറയുവാൻ വേണ്ടി ഈ സംഭവത്തെ എടുത്തു കാണിക്കുന്ന യേശു, ദൈവം അവിടെയൊന്നും ആ ഗോപുരത്തെ തടുത്തു നിർത്തുകയോ പിടിച്ചു നിർത്തുകയോ ചെയ്യുന്നില്ല. ഇങ്ങനെ മൗനമായിരിക്കുന്ന ഒരു ദൈവത്തെ കൂടെ കാണിച്ചു തരുന്ന, പ്രവർത്തിക്കുവാൻ, ഇടപെടുവാൻ വിസമ്മതിക്കുന്ന, ചില സന്ദർഭങ്ങളിലൊക്കെ കടന്നു വരാത്ത, അഥവാ കണ്ടിട്ടും കണ്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ദൈവത്തെ കൂടെ ബൈബിൾ വരച്ചു കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം ദൈവം ചെയ്യുന്നുണ്ട്, അവിടുത്തെ മനസ്സിലുണ്ട്. ദൈവത്തെ ബഹുമാനിക്കുന്നവർക്ക് ദൈവം എന്താണ് ചെയ്യുന്നത് അവിടുത്തെ തിരുമനസ് നിറവേറട്ടെ എന്ന് പറയുവാൻ സാധിക്കുമെങ്കിലും ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ ചോദിക്കുക, നിങ്ങൾ പറയുന്ന ദൈവം എവിടെ എന്നതാണ്. ഇന്ന് നമ്മൾ വളരെ സംഭവബഹുലമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളിൽ നമ്മളുടെ എല്ലാ മനസ്സിൽ ഈ ചോദ്യം ഉയരുന്നുണ്ടാകും, നമ്മുടെ ദൈവം എവിടെ? തീർച്ചയായും ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മളുടെ ഈ അപകടങ്ങളിലും വേദനകളിലും പ്രളയത്തിലുമൊക്കെ നമ്മൾ കണ്ടു.
നമ്മളുടെ ഒരു നാട്ടിലുണ്ടായാൽ, പ്രളയമുണ്ടായാൽ സംഭവിക്കാവുന്ന ഡെത്ത് ടോൾ അല്ല, മരണനിരക്കല്ല, അത്യാഹിതങ്ങളല്ല സംഭവിച്ചത്. അത്ഭുതകരമായി തൻ്റെ സഭയിലൂടെ, തൻ്റെ മക്കളിലൂടെ ഒക്കെ ദൈവം രക്ഷയുടെ കരവുമായി എത്തിയതും നമ്മൾ കണ്ടു. അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഒരു കരം ഈ സംഭവങ്ങളിലെല്ലാം നമ്മൾ കണ്ടെങ്കിലും പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും, വ്യക്തിപരമായ ജീവിതത്തിലും, സമൂഹത്തിലുമൊക്കെ നടക്കുന്ന വലിയ കാര്യങ്ങൾ, അത്യാഹിതങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്നൊരു കാര്യമാണ് ദൈവം എവിടെ? പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ യുദ്ധങ്ങളിലും മറ്റ് കാര്യങ്ങളിലും പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ത്യാഗം, വേദന അനുഭവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഈ ചോദ്യം. അപ്പം അതുകൊണ്ട് നമ്മൾ കർത്താവ് ബൈബിളിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കറിയണം. പ്രത്യേകിച്ച് മരണം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു കാര്യം അറിയേണ്ടത്, ദൈവത്തിന് മനുഷ്യരുടെ മരണമെന്ന് പറയുന്നത് ഒരവസാനമല്ല എന്നുള്ളതാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലായിരിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ, അമേരിക്കൻ പൗരത്വമുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ മക്കളെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റിവിടുന്നു ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അദ്ദേഹത്തിനൊരു ദുഃഖ കാരണമല്ല, പ്രത്യേക സന്തോഷ കാരണമാണ്. ഈ ഭൂമിയിലെ ജീവിതം ഏതെങ്കിലും മനുഷ്യൻ്റെത് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അവൻ പോകാനുള്ള നിത്യതയിലേക്ക് അവൻ പോകുകയാണെന്നുള്ളതാണ്. അവൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മരണമോ അതുപോലുള്ള ജീവിതത്തിലെ സംഭവങ്ങളോ പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ ദൈവവിശ്വാസമുള്ളവർക്ക് മരണം ഇവിടെ നമ്മളുടെ അവസാനമല്ല എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെ മരണം അതുപോലുള്ള അത്യാഹിതങ്ങൾ തീർച്ചയായും ദൈവം ചിലപ്പോൾ മിണ്ടാതിരുന്നാലും നമുക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മരണകരമല്ലാത്ത അത്യാഹിതങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ദൈവമേ നീ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ കൂടുതലും ചോദിക്കുക. പ്രിയമുള്ളവരെ, അതിന് ചില ഉത്തരങ്ങൾ ദൈവം ബൈബിളിൽ തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒരു അന്ധനെ, ജന്മന അന്ധനായ ഒരാളെ കാണുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെ പാപം നിമിത്തമാണോ അതോ ഇവൻ്റെ അപ്പനും അമ്മയും പാപം ചെയ്തിട്ടാണോ? ഇങ്ങനെ അവർ ചോദിക്കുക. ഇത് ചോദിക്കുമ്പോൾ യേശു പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവൻ ജനിച്ച കാലം തുടങ്ങി അന്ന് യേശു അവനെ സുഖപ്പെടുത്തുന്ന ആ ഒരു സമയം വരെ അവൻ അന്ധനായിരുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നമുക്കൊരിക്കലും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടല്ല ദൈവം നമുക്ക് അത് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കാൻ നമുക്ക് പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കാഴ്ച തരുന്നതിന് മുൻപ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടല്ല ദൈവം നമുക്ക് കാഴ്ച തന്നത്. കാത് തരുന്ന അവിടുത്തെ തീരുമാനമാണ്. കേൾവി തരുന്നതിന് മുൻപ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടല്ല ദൈവം നമുക്ക് കേൾവി തന്നത്. ബുദ്ധിശക്തി തരുന്നതിന് മുമ്പും അതെ, മാതാപിതാക്കളെ തരുന്നതിന് മുമ്പ് അതെ, ഒരിടത്തും ദൈവം നമ്മളുടെ ചോദ്യം ചോദിച്ചിട്ടില്ല. വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ. ദൈവത്തിൻ്റെ തീരുമാനമാണ് നമുക്കെന്തു തരണം, നമ്മൾ എവിടെ ആയിരിക്കണം. അത് നീ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കാൻ നമുക്ക് യഥാർത്ഥത്തിൽ അവകാശമില്ല. ദൈവം എവിടെ ആക്കിയിരിക്കുന്നുവോ, അവിടെ എന്ത് തന്നിരിക്കുന്നുവോ അതുകൊണ്ട് ജീവിക്കുക എന്നത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം. അപ്പോൾ ചോദിക്കാൻ അവകാശമില്ലെന്നിരിക്കെ പോലും മറ്റുള്ളവർക്കുള്ളതൊക്കെ കണ്ടിട്ട് അതെന്തുകൊണ്ട് നീ എനിക്ക് തന്നില്ല എന്ന് ചോദിക്കുന്ന മനുഷ്യര് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ചില കാരണങ്ങൾ ദൈവം അതിനകത്ത് ഉണ്ട്. അതിൽ ഒന്നാമത്തേത്, ഒരു സാധ്യത ദൈവം തൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ചില മനുഷ്യർ കൈകളും കാലുകളും ഒക്കെ ഇല്ലാതെ ജനിച്ചു പോയവരോ, കൈകൾ തളർന്നവര്, കാലുകൾ തളർന്നവര്, വീൽ ചെയറിലായിരിക്കുന്നവര്, ഇങ്ങനെയുള്ള മനുഷ്യരിലൂടെ പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വചനം പ്രസംഗിക്കുന്ന വീൽ ചെയറിലിരിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടില്ലേ? കൈകളും കാലുമില്ലാത്ത മനുഷ്യർ ലോകം മുഴുവൻ മോട്ടിവേഷണൽ സ്പീക്കേഴ്സായിട്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അവരുടെ കുറവുകളെ അവർ നിറവുകളായി, നേട്ടങ്ങളാക്കി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. ഒരു പക്ഷേ ഷാലോമിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകാം ഇങ്ങനെയുള്ള വ്യത്യസ്തരായ വ്യക്തികളെ. കുഞ്ഞുമോൻ പുന്നപ്പുറ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ, അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് സഭയുടെ എല്ലാ സ്ഥലങ്ങളിലും ഓടി നടന്ന് സ്വന്തമായി കൈകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് കാറ് ഉപയോഗിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ, എന്നോടൊപ്പം പോലും പലപ്പോഴും ചില കൺവെൻഷനുകളിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹം വന്നിട്ടുണ്ട്. കിലോമീറ്ററുകൾ സ്വന്തമായി കാർ ഓടിച്ച്
കാല് തളർന്ന വീൽ ചെയറിലിരിക്കുന്ന ഈ മനുഷ്യൻ അങ്ങകലെ ഉള്ള ഗ്രാമങ്ങളിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ മനുഷ്യൻ അനേകര് കർത്താവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. കർത്താവ് നൽകാത്തതിനെ ഓർത്ത് കർത്താവിനോട് എന്തുകൊണ്ട് നൽകിയില്ല എന്ന് പറയുകയല്ല, കർത്താവ് നൽകിയതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് ജീവിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ഇങ്ങനെ സൗഖ്യപ്പെടുത്തിയാൽ ആ സൗഖ്യത്തിലൂടെ മഹത്വം, സൗഖ്യപ്പെടുത്തിയില്ലെങ്കിൽ ആ സൗഖ്യമില്ലായ്മയിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്ന ഒരു ജീവിത സാഹചര്യം തന്നെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് സൗഖ്യങ്ങളുടെ ശാരീരിക വൈകല്യങ്ങളുടെ മാത്രം കാര്യമല്ല. നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏത് ദുരവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത് നമ്മളുടെ കർത്തവ്യമാണ്. നമ്മളുടെ മേൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് നമ്മൾ നിർവഹിക്കുമ്പോൾ അതിൽ നിന്ന് ദൈവം അടുത്ത മഹത്വപൂർണമായ ഒരു പടിയിലേക്ക്, മറ്റാർക്കും കണ്ടെത്താനാവാത്ത അല്ലെങ്കിൽ അതേ സാഹചര്യത്തിൽ കഴിയുന്ന മറ്റു പലർക്കും അനുഭവിക്കാനാവാത്ത മനോഹരമായ തലങ്ങളിലേക്ക് ദൈവം നമ്മളെ നയിക്കുക തന്നെ ചെയ്യും. അതും നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം മൗനമായിരിക്കുന്നതിന് വേറൊരു കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ പ്രവർത്തിച്ചു തുടങ്ങുവാൻ വേണ്ടി ദൈവം മൗനമായിരിക്കാറുണ്ട്, അല്ലെങ്കിൽ ദൈവം തൻ്റെ പ്രവൃത്തി തുടങ്ങാതെ വെയിറ്റ് ചെയ്യാറുണ്ട്. നമുക്കറിയാം, കർത്താവിൻ്റെ കാനായിലെ കല്യാണ വീട്ടിലെ ആ കൽഭരണികളിൽ ശൂന്യതയിൽ നിന്ന് വീഞ്ഞു നിറക്കാൻ കഴിവുള്ളവനാണ് യേശു. എന്നാൽ യേശു അവിടെ കാത്തു നിൽക്കുകയാണ്. മനുഷ്യൻ അവൻ്റെ കയ്യിലുള്ള ആ ഏറ്റവും കുറഞ്ഞതെന്താണോ അതെങ്കിലും ആ കൽഭരണികളിൽ നിറയ്ക്കേണ്ടതുണ്ട്. അവിടെ ഉണ്ടായിരുന്നത് പാനീയമെന്ന് പറയുന്നത് വെള്ളമാണ്. യേശു പറഞ്ഞു, ആ വെള്ളം കൊണ്ടുവന്ന് കൽഭരണിയിൽ നിറയ്ക്കട്ടെ, തനിക്കുള്ളത് നൽകട്ടെ മനുഷ്യൻ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ഒരാളുണ്ട്, അവനാണ് യേശു. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നതായി തോന്നുന്ന ചില മേഖലകളിൽ നിനക്കുള്ളത് നൽകുവാനായി ദൈവം കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ജോലിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ സമയത്തിൻ്റെ ചില മേഖലകൾ കർത്താവിന് നീ നൽകേണ്ടതുണ്ട്, അത് കർത്താവ് കാത്തിരിക്കുകയാണ്. നീ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്, അത് കർത്താവ് കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് 5 അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ ഇരിക്കുന്ന ഒരു ബാലന്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും കടന്നു വരുന്നത് കാത്തിരിക്കുകയാണ്. നിന്റെ കയ്യിലുള്ളത് എന്തോ കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. നീ ഒന്ന് തുടങ്ങുവാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ നീ ചിലത് പറയുവാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കും. അതാണ് അവിടെ നിന്ന് ഒരു മനുഷ്യനെ താൻ സുഖപ്പെടുത്തുവാൻ വന്ന എല്ലാവരോടും ചോദിക്കുന്നില്ലേ, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതെ, നീ എന്തോ ചെയ്യാനുണ്ട്. അത് നീ ചെയ്തു തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് നിനക്ക് കാണുവാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനോട് സംസാരിക്കാതിരിക്കുന്ന, ഇടപെടാതിരിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക എന്നതിനേക്കാൾ ഉപരി നമ്മളുടെ ഉള്ളിൽ ഒരു രൂപാന്തരം സംഭവിക്കാനുണ്ട് എന്നതാണ്. നമ്മളുടെ ഉള്ളിൽ ഒരു രൂപാന്തരം സംഭവിക്കുവാൻ വേണ്ടി ദൈവം പലപ്പോഴും കാത്തിരിക്കാറുണ്ട്. മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടിയുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ഈ മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് അഹങ്കാരത്തോടെയും ധിക്കാരത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ കാണുകയാണ്. ആ സമയത്ത് ദൈവം അവിടെ പ്രവർത്തിക്കുന്നില്ല, പകരം മോശയെ വിടുകയാണ്. എന്നാൽ മോശ നാട് വിട്ടുപോയി. തനിക്ക് ഒറ്റയ്ക്കൊരാളോട് സംസാരിക്കുവാൻ പോകുവാൻ കരുത്തില്ല എന്ന് പറയും വിധം തൻ്റെ ഹൃദയം വളരെയധികം മന്ദീഭവിച്ച് താഴ്ന്ന് എളിമപ്പെട്ട് വരും വരെ, ആ പ്രായത്തിൽ ആ അവസ്ഥയിൽ മോശ എത്തും വരെ ദൈവം കാത്തുനിന്നു മോശയെ വിളിക്കുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, കർത്താവ് ബൈബിളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നൊരു കാര്യം, കർത്താവ് നമ്മളുടെ ഒരു രൂപാന്തരീകരണം, ഹൃദയത്തിൻ്റെ പരിവർത്തനം കാത്തിരിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ കടന്നു വന്ന് പ്രവർത്തിക്കാൻ. പലപ്പോഴും നമുക്ക് തന്നെ അതറിയുവാനായിട്ട് സാധിക്കും. ഇനി ദൈവം മൗനമായിരിക്കുന്നതിൻ്റെ അവസാനത്തെ, അല്ലെങ്കിൽ നമുക്ക് വ്യക്തമാക്കാവുന്ന ഒരു കൃത്യമായ ഒരു കാരണം കൂടെ പറയുകയാണ് ഞാൻ. അതായത്, ദൈവം മൗനമായിരിക്കുമ്പോഴും നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം എവിടെയെന്ന് ആളുകൾ ചോദിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ദൈവം ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് കുരിശിൽ അത് വ്യക്തമായി കാണാൻ സാധിക്കും. കുരിശിൽ യേശു കിടക്കുന്ന സമയത്ത് ചുറ്റുവട്ടത്തുണ്ടായിരുന്ന സകലരും ഇവൻ ആരാണ്, ഇവൻ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വരട്ടെ എന്ന് പറയുന്ന സമയത്ത് ഈ യേശുവിൻ്റെ പെരുമാറ്റത്തെ നിരീക്ഷിച്ച ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതാണ് ശതാധിപൻ. അവൻ അവിടെ നിന്നുകൊണ്ട് ശക്തിയോടെ വിളിച്ചു പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. എന്തേ അവനത് തോന്നിയത്? യേശുവിൻ്റെ ഓരോ നിശബ്ദതയിലും, നിശബ്ദമായ യേശുവിൻ്റെ ഓരോ പ്രവൃത്തികളിലും, മാന്യതയിലും ആ നിരീക്ഷണ ബുദ്ധി കൊണ്ട് അവൻ കണ്ടെത്തി
യേശു എന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ദൈവപുത്രനാണെന്ന്, ദൈവമായ ഞാനാണിവിടെ മിണ്ടാതിരിക്കുന്നതെന്ന് എന്നോട് സംസാരിക്കുന്നുണ്ട്. അവൻ വിളിച്ചു പറഞ്ഞു. വീണ്ടും നമ്മൾ കാണുകയാണ് യേശുവിൻ്റെ കുരിശിൽ വലതുവശത്ത് കിടന്ന ആ കുറ്റവാളി, അവൻ യേശുവിനെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇവൻ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നവനാ. എങ്ങനെ മനസ്സിലായി? യേശു അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. യേശുവിൻ്റെ നിശബ്ദതയിൽ യേശു പരാജയപ്പെട്ടതുപോലെ ലോകത്തിന് മുഴുവൻ കാണുന്നൊരു സമയത്തും യേശുവിനെ മനസ്സിലാക്കാൻ പറ്റുന്നവരോട് യേശു സംസാരിക്കുന്നുണ്ട്. ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന സഹോദര സഹോദരി, നീ അറിയേണ്ട ഒരു കാര്യം, ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് ശ്രവിക്കുവാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകണം. ദൈവം നിന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. നീ ഏറ്റവും വ്യാകുലപ്പെട്ടിരിക്കുന്ന, നിനക്കെല്ലാം തകർന്നിരിക്കുന്നു എന്ന് പറയുന്ന സമയത്താണ് ദൈവം നിന്റെ കൂടെ നിൽക്കുന്നത്. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ തീച്ചൂള പോലുള്ള അനുഭവങ്ങളുണ്ട്. ഈ സമയത്തൊക്കെ മനുഷ്യരാരും എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു മനുഷ്യനും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഞാനും ഭാര്യയും കടന്നുപോയ ആ ദുഃഖകരമായ നിമിഷങ്ങളിലൊക്കെ ഞങ്ങൾ അറിഞ്ഞൊരു കാര്യം ഇതാണ്, ഞങ്ങളുടെ ഏറ്റവും അടുത്ത് യേശു ഉണ്ടായിരുന്നു. കത്തോലിക്ക സഭയിലെ വിശുദ്ധർ വേദനകളെയും തിക്ത അനുഭവങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ സഹനങ്ങളെന്ന് വിളിച്ച് സ്നേഹത്തോടെ സ്വീകരിക്കുകയും വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണെന്നറിയാൻ ഒന്നുകൂടി അവരുടെ ജീവചരിത്രം വായിച്ചു നോക്കണം. അവരുടെ ജീവിതത്തിൽ ദൈവം കൂടെയില്ല എന്ന് മനുഷ്യർ പറയും വിധം വലിയ കഷ്ടങ്ങളുണ്ടായ സമയത്താണ് അവർ ഏറ്റവും അധികം യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചത്. പ്രിയമുള്ളവരെ, കണ്ണു തുറന്നൊന്ന് നോക്ക്. നിന്റെ തൊട്ടടുത്ത് യേശുവുണ്ട്. നിന്റെ വേദനകളിലാണ് യേശുവിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ. പക്ഷേ അവനെ സ്നേഹിക്കാൻ പറ്റാത്തൊരു ഹൃദയവുമായിട്ടിരിക്കുകയല്ലേ നീ? അതുകൊണ്ടാണ് നിന്റെ ഹൃദയം നീ കല്ലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ സാന്നിധ്യം നിനക്ക് അറിയാൻ പറ്റാതെ പോകുന്നത്. പ്രിയ സഹോദര സഹോദരി, കർത്താവ് നിന്റെ അടുത്ത് തന്നെയുണ്ട്. അവനെ നീ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, ഈ പ്രതിസന്ധികളുടെ ഇടയിൽ നീ അവനെ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ, കർത്താവിൻ്റെ വചനപ്രകാരം നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. തീച്ചൂളയിലേക്ക് ഇടുമ്പോഴും ഈ തീച്ചൂളയിൽ എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം. അവൻ സഹായിച്ചില്ലെങ്കിലും ഞാൻ അവനെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ആ വലിയ പ്രവാചകനെ പോലെ, അവൻ്റെ സുഹൃത്തുക്കളെ പോലെ ദാനിയേലിൻ്റെ വിശ്വാസം ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള അഭിഷേകം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. അപ്പോൾ കാണാം തീച്ചൂളയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ കാണാം തീച്ചൂളയിൽ പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഈ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കും ഈ ദൈവത്തെ നമ്മുടെ കൂടെ നിർത്തി നമ്മൾ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ, ആ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന പൊന്നു ദൈവം നമ്മളോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരു തീച്ചുളയ്ക്കും നമ്മളെ കത്തിക്കാനാവില്ല, ഒരു വലിയ ആഴിക്കും നമ്മളെ മുക്കിക്കളയാനാവില്ല. അഥവാ അതിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മളുടെ ജീവിതത്തിൽ അന്തിമമായ വിജയം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുറപ്പിച്ചുകൊള്ളുക. കാരണം ഈ ഭൂമിയിൽ തീരുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മളുടെ ജീവിതം ദൈവം നൽകിയിരിക്കുന്ന നിത്യതയാണെന്നറിയണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആഴമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ തീരുന്നതല്ല ഞങ്ങളുടെ ജീവിതം, എന്നാൽ തന്നെ ഈ ലോകത്തിൽ പോലും നീ ഞങ്ങൾക്ക് വിജയം വെച്ചിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നീ എവിടെയെന്ന് ചോദിക്കാതെ കൂടെ നിൽക്കുന്ന നിന്നെ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇസ്രായേൽ ജനത്തോട് സ്നാപക യോഹന്നാൻ പറഞ്ഞതുപോലെ, നിങ്ങൾക്കറിയാത്തൊരാൾ നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട് എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ, ഞങ്ങളുടെ കൂട്ടായ്മകളിൽ, ഞങ്ങളുടെ നാട്ടിൽ കർത്താവേ അങ്ങ് വ്യാപരിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അടുത്തറിയുവാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.